Hello friends, എല്ലാവർക്കും Asilva Anil YouTube ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് സുഗിയനാണ്. നമുക്ക് ചായക്കൊക്കെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു പലഹാരമാണ് സുഗിയൻ എന്ന് പറയുന്നത് അല്ലേ. ചായക്ക് നമ്മൾ ചായ വെക്കുന്ന ആ ഒരു ടൈം കൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കാം. അത്രയും ഈസിയാണ് സുഗിയൻ തയ്യാറാക്കാൻ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ എപ്പോഴും കിട്ടുന്ന ഒരു 5-6 ഐറ്റംസ് ആണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുപയർ, അതുപോലെ തന്നെ ശർക്കര, ഏലക്കായ, കുറച്ച് നാളികേരം, അതുപോലെ മൈദ. അപ്പോൾ മൈദ നിങ്ങൾക്ക് താല്പര്യമില്ലാന്ന് വെച്ചെങ്കിൽ ഗോതമ്പ് പൊടി ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല. നമ്മളെപ്പോഴും ഇത് മൈദ വെച്ചിട്ടാണ് ചെയ്യുക. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ മൈദ കൊണ്ടുള്ള എല്ലാ ഐറ്റംസും ഗോതമ്പ് പൊടി വെച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ട്രൈ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്തുകൊണ്ടും കുഴപ്പമൊന്നുമില്ല എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യണേന്ന് നോക്കാം. അപ്പോൾ അതിനു മുമ്പ് തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ ഉപകാരമായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ലൈക്കെങ്കിലും ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചെറുപയർ വേവിച്ചെടുക്കാം. അപ്പോൾ സോക്ക് ചെയ്ത ചെറുപയറാണ് വെച്ചെങ്കിൽ നമുക്ക് കറക്റ്റ് വെന്ത് കിട്ടാനും അതുപോലെ തന്നെ പാകത്തിനുള്ള വേവായി കിട്ടാനൊക്കെ എളുപ്പമായിരിക്കും. അപ്പോൾ കുറച്ച് നേരം 2 മണിക്കൂറെങ്കിലും സോക്ക് ചെയ്യാനായിട്ട് ഇടുക. ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ ഇതുപോലെ മെഷർമെൻറ്റ് കപ്പിൽ 1 കപ്പ് ചെറുപയറാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒരു വിസിൽ അടിച്ചെടുത്താൽ മതിയാവും. നമ്മളിതിലേക്ക് ഒരു 4 ബെല്ലം ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് നന്നായി ഉരുക്കിയിട്ട് അരിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഒരു വിസിലടിച്ചെടുത്ത പയറാണിത്. നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഒരുപാട് വെന്ത് അലിഞ്ഞു പോയിട്ടുമില്ല, എന്നാൽ നല്ല സോഫ്റ്റായിട്ട് ഇങ്ങനെ വെന്ത് വന്നാലാണ് നമുക്ക് കറക്റ്റായിട്ട് പിടിച്ചെടുക്കാനൊക്കെ പറ്റുള്ളൂ. ഇതിലേക്ക് ഇനി നമ്മൾ ഒരു 1/2 മുറി നാളികേരമാണ് എടുത്തിരിക്കുന്നത്. ഇത്രയും അളവിലേക്ക് ഒരു 1/2 മുറി നാളികേരം നമുക്ക് പാകമാണ് കേട്ടോ, ഇത്രയേ വേണ്ടൂ. അടുത്തതായിട്ട് നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരയില്ലേ, അത് നന്നായിട്ട് അരിച്ച് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നന്നായി തിളച്ച് വരുമ്പോഴാണ് നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. നമ്മുടെ ശർക്കര പാനിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ വെന്ത ചെറുപയർ ചേർത്ത് കൊടുക്കാം. ചെറുപയർ ഈ ഒരു വേവിലെടുക്കുന്നത് നന്നായിരിക്കും കേട്ടോ. ഒരുപാട് വേവായിട്ട് എടുക്കാണ്ട് ഇത് കറക്റ്റ് പാകത്തിനുള്ള വേവാണ്. ഈ വേവിലെടുത്തിട്ട് നമ്മൾ കുറച്ച് ടൈമിൽ ശർക്കരയുടെ ഇതിൽ പാനിയിൽ കിടന്ന് നന്നായിട്ട് വെന്ത് വരണം. അപ്പോഴാണ് നമ്മുടെ ചെറുപയറിലേക്ക് ആ മധുരം നന്നായിട്ട് പിടിക്കുള്ളൂ. ഇനി ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യം, ഇനി ആ മധുരം നന്നായി ഒന്ന് ഫീൽ ചെയ്യാൻ നമുക്ക് കുറച്ച് ഉപ്പിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 5-6 ഏലക്കായ പൊടിച്ച പൊടിയും കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ശരിക്കും ശർക്കര പാനിയിൽ കുറച്ച് നേരം കിടന്ന് ഇത് നന്നായി ഒന്ന് ആയി വരുമ്പോൾ ശർക്കര പാനിയൊക്കെ വറ്റി നല്ല നമുക്ക് ബോൾസൊക്കെ പിടിക്കാവുന്ന ഒരു പരുവാവും. അതുവരെ നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നാളികേരം ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ശർക്കര പാനി മുഴുവനായിട്ട് ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം മധുരത്തിൽ കുറവാന്ന് തോന്നിയപ്പോൾ ഞാൻ മുഴുവനായിട്ട് ഇതിനകത്ത് ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ 1/2 മുറി നാളികേരം ഇതിനകത്ത് ചേർത്ത് കൊടുക്കുക. ഇനി നന്നായി ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ നമ്മൾ ശർക്കര എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, മുഴുവൻ നമ്മൾ അപ്പം തന്നെ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ മധുരം നോക്കിയിട്ട് വേണം. അപ്പോൾ ശർക്കരയുടെ വലിപ്പം അനുസരിച്ചിട്ട് വേണം എന്നാണ് പറയുന്നത്. മുഴുവൻ ചേർത്ത് കൊടുത്ത മധുരത്തിന് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് മധുരം കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മുടെ നാളികേരം കൂടി ചേർത്ത് കൊടുത്തിട്ട് കുറച്ചധികം നേരം നമ്മളൊരു 3-4 മിനിറ്റ് നേരമെങ്കിലും ഇളക്കി യോജിപ്പിക്കണം. എങ്കിലാണ് നാളികേരം കൂടി ഒന്ന് സെറ്റായി വരുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ആ ചെറുപയറൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കുക. നമ്മുടെ ആ തവി കൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുത്താൽ നമുക്ക് ബോൾസൊക്കെ ആക്കിയെടുക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഒരു 4 മിനിറ്റ് നേരമൊക്കെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഒക്കെ തയ്യാറായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ചൂടോട് കൂടിയിട്ട് ബോൾസ് ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കൊന്ന് ചൂട് പോയിട്ട് ബോളാക്കി എടുത്താൽ മതി. ഒരു 5 മിനിറ്റ് നേരം കഴിഞ്ഞിട്ട് നമുക്കിത് ബോളുകളാക്കി എടുക്കാം. അപ്പോൾ ഈ നേരം നമുക്ക് ഇതിൻ്റെ ബാക്കി ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ മൈദ എടുത്തിരിക്കുന്നത് 2 കപ്പ് മൈദയാണ്. പിന്നെ നമ്മൾ ഈ ഒരു ടീസ്പൂൺ കൊണ്ട് 1 ടീസ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു
1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കളറിനായിട്ട് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഓൾറെഡി ഫില്ലിങ്ങിലേക്കുള്ള ഉപ്പ് അതിനകത്ത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ബാറ്ററിലേക്കുള്ള ഉപ്പ് മാത്രം ഇതിനകത്ത് ചേർത്ത് കൊടുത്താൽ മതിയാവും. എന്നിട്ട് രണ്ടും കൂടി എല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് എല്ലാ ഐറ്റംസും ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ നമ്മളിതുപോലെ ഫോർക്ക് ഉണ്ട് വെച്ചെങ്കിൽ നന്നായിരിക്കും. നമുക്ക് ഒട്ടും കെട്ടാതെ തന്നെ കുറച്ച് വെള്ളമായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഒട്ടും തന്നെ കെട്ടാതെ കിട്ടും നമുക്ക്. പിന്നെ നമുക്ക് നമ്മുടെ ബാറ്റർ നമ്മൾ ഇതുപോലെ ഡിപ്പ് ചെയ്തിട്ട് ബോൾസ് ഇടുമ്പോൾ നന്നായി വീറ് വരണമെന്നുണ്ട് വെച്ചെങ്കിൽ ഒന്നെങ്കിൽ ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ ബേക്കിംഗ് പൗഡർ ആയാലും കുഴപ്പമൊന്നുമില്ല. ഒരു 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുത്താൽ നന്നായിരിക്കും. ഇനി അത് രണ്ടും നമ്മുടെ വീട്ടിൽ ഇല്ല എന്നുണ്ട് വെച്ചെങ്കിൽ നിങ്ങൾക്ക് മുട്ടയുടെ വെള്ളം ഉണ്ട് വെച്ചെങ്കിൽ അത് മാത്രം ജസ്റ്റ് ഒന്ന് മിക്സി ജാറിനകത്തിട്ട് അടിച്ചിട്ട് ഒഴിച്ചു കൊടുത്താലും നന്നായിരിക്കും കേട്ടോ. നമ്മൾ ശരിക്കും പഴംപൊരിയുടെ ബാറ്ററൊക്കെ തയ്യാറാക്കില്ലേ, അതുപോലെ തന്നെയാണ്. അതേ ബാറ്റർ തന്നെ ആ ബാറ്ററിൽ തന്നെ നമുക്ക് ഇതും ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. പക്ഷെ മധുരം ചേർക്കണ്ടെന്ന് മാത്രം. ഇതിൽ നമ്മൾ മധുരമൊന്നും ചേർക്കില്ല ഈ ബാറ്ററിൽ. ഇപ്പം നമ്മുടെ ഫില്ലിങ് നന്നായി ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോ ബോളുകളാക്കി എടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് തയ്യാറാക്കാൻ എളുപ്പമായിരിക്കും. എല്ലാം ആയതിനു ശേഷമാണ് നമുക്കിത് ചെയ്യണമെന്ന് വെച്ചെങ്കിൽ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ബോളാക്കി മാറ്റാം. അപ്പോൾ നമ്മുടെ ബാറ്ററിൻ്റെ പാകം എന്ന് പറയുന്നത് ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ എടുക്കാൻ. ഒരുപാട് കട്ടിക്കും അത് ഒരുപാട് ലൂസാവാനും പാടില്ല. ഈ ഒരു പരുവത്തിൽ വേണം എടുക്കാൻ കേട്ടോ. ഇനി നമുക്ക് ഓരോ ബോളും ഇതിൽ മുക്കിയിട്ട് ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എണ്ണ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാ വെച്ചെങ്കിൽ ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. വെളിച്ചെണ്ണയാണെന്ന് വെച്ചെങ്കിൽ കൂടുതൽ നന്നായിരിക്കും. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. അതുപോലെ ഓയിൽ എടുക്കുമ്പോൾ എപ്പോഴും ചെറിയ പാത്രത്തിൽ എടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. കാരണം ഓയിൽ റീയൂസ് ചെയ്യുന്നത് അത്ര നന്നല്ല. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നന്നായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിതുപോലെ എണ്ണയിലുണ്ടാക്കുന്ന എന്ത് ഐറ്റം ആയാലും അത് നന്നായി ചൂടായതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക. അങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ നമ്മൾ എണ്ണ കുടിക്കില്ല. അല്ലാത്ത പക്ഷേ എണ്ണ കുടിക്കാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മൾ ഇട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ മീഡിയം ഫ്ലെയിമിൽ ഇടണം. കാരണം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വെച്ചെങ്കിൽ കരിഞ്ഞു പോവും. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ചെയ്യാൻ. അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സുഗിയൻ ആയി വന്നിട്ടുണ്ട്. ഇതിന് വേറെ കളർ ചേഞ്ച് ഒന്നും വരില്ല. നമ്മൾ മഞ്ഞപ്പൊടി ഇട്ട കാരണമാണ് ഈ ഒരു കളറ്. ഇനി ഒരുപാട് അങ്ങനെ ഇതാവാൻ വേണ്ടി കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത്യാവശ്യത്തിന് ആയി വന്നിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള സുഗിയനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ ഈസി ആയിട്ട് തയ്യാറാക്കാവുന്ന ഒന്നാണിത്. നമുക്കിപ്പോൾ ചായ വെച്ച് അപ്പുറത്ത് ഇത് ചെയ്യാവുന്ന അത്രയും ടൈമാണ് നമുക്കിത് ആവശ്യമുള്ളൂ. അത്ര ടൈം തന്നെ ആവശ്യമുള്ളൂ. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്